the Lord laid in my heart to share, as God gives me grace, about freedom from fear. കർത്താവ് നൽകുന്നതായ കൃപയ്ക്ക് ഒത്തവണ്ണം ഭയത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നു. I understand 98% of the people in the world, they have got fear. ലോകത്തിൽ 98% ജനങ്ങൾക്കും ഭയം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Fear and worry, they go together. They are twin brothers. ഭയവും വ്യാകുലവും ഇവ ഒരുമിച്ച് പോകുന്നു. ഇവ ഇരട്ട സഹോദരന്മാരാകുന്നു. When you have fear, you have worry. When you are worry, you have fear. നിങ്ങൾക്ക് ഭയമുള്ളപ്പോൾ കൂടെ വ്യാകുലവും ഉണ്ടാകും. വ്യാകുലമുള്ള വേളകളിൽ കൂടെ ഭയവും ഉണ്ടാകും. What is fear? Negative fear. വിരുദ്ധമായ ഭയം എന്താകുന്നു? In general sense, fear means anticipation of losing something good. നാം ഭയത്തിനൊരു നിർവചനം കൊടുത്താൽ ഏതോ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയാകുന്നു. അങ്ങനെ ഞാൻ കാത്തിരിക്കുന്നതാകുന്നു ഭയം. Very rich people, many of them are afraid of losing their riches. അനേക സമ്പന്നന്മാരായ ആളുകൾ തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടേക്കുമെന്ന് ഭയന്ന് കഴിയുന്നു. Big businessmen, many of them are haunted with fear that one day they are going to lose their business and become bankrupt. വ്യാപാരികൾ എന്നെങ്കിലും ഒരു നാളിൽ തങ്ങളുടെ വ്യാപാരമെല്ലാം തകർന്നു പോകും, തങ്ങൾ ആകെ കടക്കാരായി തീരുമെന്ന് അങ്ങനെ ഒരു ഭയത്തിൽ മുഴുകി ജീവിക്കുന്നു. A good number of businessmen and rich people cannot sleep because of fear and they need sleeping pills. ധനവാന്മാരായ ഒരു നല്ല സംഘം വ്യാപാരികൾ, അവർക്ക് ഉറക്കം കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഉറങ്ങുവാൻ വേണ്ടി അവർ ഉറക്ക ഗുളികകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. Beauty queens, they are afraid of losing their beauty, therefore they insure their face. സൗന്ദര്യ റാണികൾ, അവർ തങ്ങളുടെ സൗന്ദര്യം നഷ്ടേക്കുമെന്ന് ഭയന്ന് ജീവിക്കുന്നു. ആകയാൽ അവർ തങ്ങളുടെ മുഖത്തെ ഇൻഷുറൻസ് ചെയ്യുന്നു. World renowned singers are afraid of losing their voice, so they insure their voice. ലോക പ്രസിദ്ധരായ ഗായകന്മാർ തങ്ങളുടെ ശബ്ദം നഷ്ടേക്കുമെന്ന് ഭയന്ന് കഴിയുന്നു. അവർ തങ്ങളുടെ ശബ്ദം ഇൻഷുർ ചെയ്യുന്നു. Lot of life insurance we find in the world, we have to call them not life insurance, death insurance. ലോകത്തിൽ നാം ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ധാരാളമായി കാണുന്നുവല്ലോ. എന്നാൽ അവയെ നാം ലൈഫ് ഇൻഷുറൻസ് എന്നല്ല വിളിക്കേണ്ടത്. ശരിക്കും നാം പറയുന്നെങ്കിൽ അവ മരണ ഇൻഷുറൻസുകൾ ആകുന്നു. Oh, I may die suddenly, my wife and children need to be taken care of, so it is a sort of death insurance. ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും മരിച്ചു പോയേക്കും, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും എനിക്ക് സൂക്ഷിപ്പാൻ കഴിയുകയില്ല. ആകയാൽ ആ മരണത്തെ ഭയന്ന് അവർ തങ്ങളുടെ ജീവനെ ഇൻഷുർ ചെയ്യുന്നു. I have a great burden and concern about the people who are filled with worry and fear. വ്യാകുലത്താലും ഭയത്താലും നിറഞ്ഞിരിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്കൊരു വലിയ ഭാരവും എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് വലിയ കരുതലും എനിക്കുണ്ട്. Because once I was filled with many types of fears. കാരണം ഒരു കാലത്ത് ഞാനും അനവധിയായ ഭയങ്ങളാൽ നിറഞ്ഞ ഒരാളായിരുന്നു. I was afraid of death. ഞാൻ മരണത്തെ ഭയന്നിരുന്നു. I was afraid of dead bodies. മൃതശരീരങ്ങൾ എനിക്ക് ഭയമായിരുന്നു. I was afraid of cemetery. എനിക്ക് സെമിത്തേരി ഭയമായിരുന്നു. I was afraid of sickness. രോഗത്തെ ഞാൻ ഭയന്നിരുന്നു. I was afraid of the future. ഭാവിയെക്കുറിച്ച് എനിക്ക് ഭയമായിരുന്നു. I was afraid of demons. പിശാചുക്കളെ എനിക്ക് പേടിയായിരുന്നു. I was afraid of even closed doors. അടയ്ക്കപ്പെട്ട വാതിലുകൾക്കകത്ത് പോലും ഞാൻ ഭയപ്പെടുമായിരുന്നു. But I thank Jesus. He set me from all these negative fears. എങ്ങനെയെങ്കിലും പ്രകൃതി വിരുദ്ധമായ സകല ഭയങ്ങളെയും പോക്കി യേശുവിനെ വിടുവിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. The Lord Jesus Christ, who delivered me from all these negative fears, He is present here
to deliver you also from that fear and command peace to your troubled soul. പ്രകൃതി വിരുദ്ധമായ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കുള്ള എല്ലാ ഭയത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാനും നിങ്ങൾക്ക് ദൈവിക സമാധാനം നൽകുവാനും വേണ്ടി ഈ സമയത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. There are thousands, hundreds of thousands types of fears in the world. ലോകത്തിൽ നോക്കിയാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭയങ്ങളെ കാണാം. Cynophobia means fear of dogs. സൈനോഫോബിയ എന്ന് പറഞ്ഞാൽ നായ്. Demophobia, fear of crowds. Some people don't come for the meeting because they are afraid of the ഭയം. ജനത്തിരക്ക് ഭയം. ചിലർ യോഗത്തിൽ പോലും പങ്കെടുക്കുകയില്ല. Hemophobia, fear of blood. Some people as soon as they see blood they will faint. ഹീമോഫോബിയ, അവർ ചിലർ രക്തങ്ങളെ കണ്ട് ഭയന്നു പോകുന്നു. ചിലരെല്ലാം രക്തം കണ്ട് ബോധം കെട്ട് വീണു പോകുന്നു. Necrophobia, fear of dead bodies. I had that. നെക്രോഫോബിയ എന്ന് വെച്ചാൽ മൃതശരീരങ്ങളെ കണ്ടുള്ള ഭയം. ഞാനും അതിന് മുൻപേ അടിമയായിരുന്നു. Pandophobia, fear of the future. Most of the people in the world have got that fear. പാനോഫോബിയ, ഭാവിയെ കുറിച്ചുള്ളതായ ഭയം. ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇങ്ങനെയുള്ള ഭയത്തിന് അടിമകളാകുന്നു. Photophobia, fear about the light. ഫോട്ടോഫോബിയ, വെളിച്ചത്തെ കണ്ട് ഭയം. Some people when they go into the room, immediately they turn off the light. They are afraid of light. ചിലരെല്ലാം മുറികളിൽ കടന്നാൽ ഉടനെ ലൈറ്റുകൾ അണയ്ക്കും. അവർക്ക് വെളിച്ചം കാണുവാൻ പേടിയാകുന്നു. There is another phobia, scolophobia, fear about darkness. Even while sleeping all night, they have to keep the light on. വേറെ ചിലർക്ക് ഇരുട്ടിനെ ഭയമാകുന്നു. അവർ ഉറങ്ങുമ്പോൾ പോലും രാത്രിയിൽ മുഴുവനും ലൈറ്റുകൾ ഇട്ടിരിക്കും. Phytophobia, fear of eating. They think, I cannot eat, there might be poison in the food. If I eat, I will die. വില്ലോഫോബിയ, ചിലർക്ക് ഭക്ഷണത്തെ കണ്ട് ഭയമാകുന്നു. ഭക്ഷിക്കുവാൻ പേടി. അതിൽ വിഷമുണ്ടായിരിക്കും. ഞാൻ ഒരുപക്ഷെ ഭക്ഷിച്ചാൽ മരിച്ചു പോയേക്കും. There are so many phobias. Basiphobia, fear of walking. Basiphobia. അങ്ങനെ ബാസിഫോബിയ എന്ന് നടക്കുവാൻ ഭയമത്രേ. These fears have not come from. ഈ ഭയങ്ങൾ ഇവയെല്ലാം ദൈവത്തിൽ നിന്നും വരുന്നവ അല്ല. Some people have got fear of losing jobs. ചിലർക്കെല്ലാം തങ്ങളുടെ ജോലി, തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം. Although they have a secure, permanent job, every day they go to the workplace thinking, today I may be fired from the. അവർക്ക് ഭദ്രമായ ഒരു സ്ഥിരമായ നല്ല ജോലി ഉണ്ടെങ്കിലും ഓരോ നാളും ഈ നാളിൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ടേക്കുമെന്ന് ഭയന്നുകൊണ്ട് അവർ ഉദ്യോഗം ചെയ്യുവാൻ പോകുന്നു. Anytime the boss is calling to the office, he is afraid. Maybe I am given the notice to sack. എപ്പോഴെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിച്ചാൽ ഉടനെ പേടി. അയ്യോ, ഇവർ എന്നെ പിരിച്ചുവിടുവാൻ വേണ്ടി എന്നെ വിളിക്കുന്നുവോ? Even though you have a very good health, always a fear. I may get a cancer and die. നിങ്ങൾക്ക് ഒരു നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാം, എന്നാലും ഇടപെടാതെ പേടിക്കുന്നു. അയ്യോ, എനിക്ക് ക്യാൻസർ പിടിച്ചേക്കുമോ, ഞാൻ മരിച്ചു പോയേക്കുമോ, ക്യാൻസർ വന്ന് ഞാൻ. A little pain somewhere in the chest, finished, heart attack is coming. നെഞ്ചിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വേദന ഉണ്ടായാൽ മതി, അതോടെ കഴിഞ്ഞു. അയ്യോ, ഹാർട്ട് അറ്റാക്ക്, ഞാൻ ചത്തുപോയേക്കും. So many types of sickness. That sickness may come, this sickness may come. Many people of God are serving a life sentence in the dungeon of fear. അനേക ഭയങ്ങൾ, ആ രോഗം വന്നേക്കും, ഈ രോഗം വന്നേക്കും. എത്രയോ ദൈവമക്കൾ അനേകം ഭയങ്ങളുടെ കാരാഗൃഹങ്ങളിൽ കുടുങ്ങിയവരായി തടവുകാരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. Some people have got all the time fear of becoming blind. ചിലർക്ക് എല്ലായ്പ്പോഴും അന്ധന്മാരായി തീരുമോ എന്നുള്ള ഭയം. Fear of death. മരണഭയത്തിൽ തന്നെ പല വിധത്തിലുള്ള ഭയങ്ങൾ ഉണ്ട്. Oh, I am going to die of accident. That fear. ഞാൻ അപകടത്തിൽപ്പെട്ട് മരിക്കുവാൻ പോകുന്നെന്ന് ഒരു ഭയം. My death is going to be a horrible death. That fear. അയ്യോ, എന്റെ മരണം തികച്ചും ഭീകരമായ മരണമായിരിക്കും, അങ്ങനെ ഒരു പേടി.
Oh, my death is going to be very painful. That fear. അയ്യോ, എന്റെ മരണം വളരെ വേദനാജനകമായിരിക്കും. അത് അവർക്ക് പേടി. Some people have got the fear, when I am dying, nobody will be around me. ചിലർക്ക് വേറെയാണ് പേടി, ഞാൻ മരിക്കുമ്പോൾ എന്റെ ചുറ്റും ആരുമേ ഉണ്ടാവുകയില്ലായിരിക്കും. One mother, she told the little boy, son, when I become old, will you look after me? ഒരമ്മ തന്റെ കൊച്ചു മകനോട് ചോദിച്ചു, മോനെ, നീ വളർന്നു വരുമ്പോൾ, ഞാൻ വൃത്തിയാകുമ്പോൾ നീ എന്നെ ശുശ്രൂഷിക്കുമോ? You know the little boys who are brought up in this world of all modern computers and gadgets. ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടറുകളിലും ആധുനികമായിട്ടുള്ള ലൗകിക സൗകര്യങ്ങളിലും വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. The boy told, Mommy, don't worry. When you become old, I will give you a robot. The robot will raise you up and will put you down to bed. ആ കുട്ടി പറഞ്ഞു, അമ്മ സങ്കടപ്പെടേണ്ട, അമ്മ വയസ്സാകുമ്പോൾ ഞാൻ അമ്മയ്ക്കൊരു റോബോട്ട് തരാം, ഒരു യന്ത്ര മനുഷ്യനെ തരാം. ആ യന്ത്ര മനുഷ്യൻ അമ്മയെ കിടത്തും എഴുന്നേൽപ്പിക്കും, എല്ലാം നോക്കിക്കൊള്ളും. But dear child of God, do you know Jesus died to deliver us from all these negative fears and worries. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഇങ്ങനെയുള്ള സകലവിധമായ പ്രകൃതി വിരുദ്ധമായ ഭയത്തിൽ നിന്നും എല്ലാ വ്യാകുലങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാകുന്നു കർത്താവ് യേശു ക്രൂശിൽ മരിച്ചിരിക്കുന്നത്. That through death he might destroy him that had the power of death, that is the devil, and deliver them who through fear of death were all their lifetime subject to bondage. എബ്രായ ലേഖനം 2-13-14 വാക്യങ്ങളിൽ ജീവപര്യന്തം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. Jesus died to deliver us from all these fears, the word of God says. ഇങ്ങനെയുള്ള എല്ലാ ഭയത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ വേണ്ടി യേശു മരിച്ചുവെന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. You may be a believer or a worker, but perhaps the demon of fear may be attacking you. നിങ്ങൾ ഒരുപക്ഷെ ഒരു വിശ്വാസിയായിരിക്കാം, ദൈവ ശുശ്രൂഷകനായിരിക്കാം, എന്നാലും ഈ ഭയത്തിന്റെ പിശാച് നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. Instead of crying to Jesus, what you need to do is to rebuke that demon of fear. യേശുവിനെ നോക്കി കരയുന്നതിന് പകരം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഭയത്തിന്റെ പിശാചിനെ ഭർഷിക്കുക എന്നതാകുന്നു. Your body is a redeemed body. നിങ്ങളുടെ ശരീരം ഒരു വീണ്ടെടുക്കപ്പെട്ട ശരീരമാകുന്നു. Your life is ransomed by the blood of Jesus. നിങ്ങളുടെ ജീവിതം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാകുന്നു. Your life is hid in Christ in God. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. And God has given us power and authority over all these negative fears. ഇങ്ങനെയുള്ള പ്രകൃതി വിരുദ്ധമായ സകല ഭയത്തിന്മേലും നമ്മുടെ ദൈവമോ നമുക്ക് അധികാരത്തെയും ശക്തിയെയും തന്നിരിക്കുന്നു. We are tormented by fear of the future. അനേകർ ഭാവിയെ കുറിച്ചുള്ള ഭയങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു. One day I may lose my job. What will I do? ഒരു ദിവസം എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടേക്കും, പിന്നീട് ഞാൻ എന്തു ചെയ്യും? Oh, one day my wife may die, children may die. Husband may die. What will I do? ഒരു ദിവസം എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ഭർത്താവ് മരിച്ചു പോയേക്കും, പിന്നെ ഞാൻ എന്തു ചെയ്യും? My daughter is growing up in future. What will happen to her? എന്റെ മകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു, ഭാവിയിൽ അവൾക്ക് എന്ത് സംഭവിക്കും? So many fears God's people are giving room into. ദൈവമക്കൾ ഇപ്രകാരം തങ്ങളുടെ ജീവിതങ്ങളിൽ അനേക ഭയങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ടിരിക്കുന്നു. How to overcome all these fears and we may live a life free from fear and worry, filled with heavenly perfect peace. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമുക്കെങ്ങനെ ഈ ഭയത്തിൽ നിന്നെല്ലാം പൂർണ്ണമായി വിടുതൽ നേടി സ്വർഗീയമായ സമാധാനത്താലും സന്തോഷത്താലും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും? How to overcome all these fears? ഈ സകല ഭയങ്ങളെയും എങ്ങനെ ജയിക്കാം?
The answer is found in Psalm 56:3. What time I am afraid, I will trust in thee. അതിനുത്തരം 56-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കാണാം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. What time I am afraid, I will trust in thee. 56:3. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നെ ആശ്രയിക്കും. So we cannot say even the greatest greatest saint sometimes may get fear. ചിലപ്പോൾ വലിയൊരു വിശുദ്ധനായിരിക്കാം, അദ്ദേഹം പോലും ചില വേളകളിൽ ഭയന്നു പോയേക്കും. Suddenly a fear may come. I have to admit there are so many times that happened to me. എത്രയെങ്കിലും ഭയം പെട്ടെന്ന് വന്നേക്കാം. എനിക്ക് പോലും എത്രയോ പ്രാവശ്യം പെട്ടെന്ന് ഭയം What വന്നിരിക്കുന്നു. time I am afraid, I will trust in thee. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. 1982 I was traveling from France to England by train. 1982 വർഷം ഞങ്ങൾ ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ട്രെയിനിൽ വരികയായിരുന്നു. To cross the English Channel to come to England, I had to go through a hovercraft. Hovercraft is something like a ship and a plane, combined one, I would say. ഇംഗ്ലണ്ടിലേക്ക് വരുവാൻ ഇംഗ്ലീഷ് ചാനൽ കടക്കണം. അത് ഞങ്ങൾ ഓവർക്രാഫ്റ്റ്, ഒരു കപ്പലും വിമാനവും ചേർന്നതുപോലെയുള്ള ഒരു സംവിധാനം, അതിൽ കയറി വരണമായിരുന്നു. From Paris, Pastor S.B. Ernest had entrusted a little girl, French girl, with me because her parents want that I may go and may entrust that girl to the guardians in England. പാരീസിൽ നിന്നും പാസ്റ്റർ എസ് ബി ഏണസ്റ്റ് ഒരു കൊച്ചു പെൺകുട്ടിയെ കൂടെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവളുടെ മാതാപിതാക്കൾ ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോയി ഇംഗ്ലണ്ടിൽ അവളുടെ വളർത്തു മാതാപിതാക്കളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. We put our luggage, everything in the flight. ഞങ്ങളുടെ സാധന സാമഗ്രികൾ എല്ലാം തന്നെ വിമാനത്തിൽ കയറ്റി. When came to the immigration, we found the girl did not bring the passport. ഞങ്ങൾ ഇൻവിറ്റേഷൻ കൗണ്ടറിൽ എത്തിയപ്പോൾ അവിടെ ആ പെൺകുട്ടിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. She did not even bring the identity card, at least just to show that to cross the French border to English border. ഫ്രാൻസിന്റെ അതിർ കടന്ന് ഇംഗ്ലണ്ടിന്റെ അതിർത്തിക്കകത്ത് കടക്കുവാൻ വേണ്ടുന്ന ഐഡന്റിറ്റി കാർഡ് പോലും ആ കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. The immigration officer told, I can go to Britain, I have the passport and visa, but the girl doesn't have passport or any documents. She had to go back to ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് കടന്നു പോകാം, എന്നാൽ പാസ്പോർട്ട് മറ്റു കാര്യങ്ങളോ ഒന്നും കയ്യിലില്ലാതെ ഈ പെൺകുട്ടിക്ക് ഇംഗ്ലണ്ടിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. Although I was legally allowed to go to Britain, how can I leave a little girl on the road and go? എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ അനുവാദം കിട്ടിയെങ്കിലും എനിക്ക് എങ്ങനെയാ കൊച്ചു കുട്ടിയെ അവിടെ വഴിക്ക് ഇട്ടിട്ട് എനിക്ക് മടങ്ങി പോകുവാൻ കഴിയും? And I did not have the money to go back to Paris. എനിക്ക് പാരീസിലേക്ക് മടങ്ങി പോകുവാനുള്ള പണവും എന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. So here I am, I couldn't go to Britain and I couldn't go to Paris. I couldn't leave the girl also on the road. ആകയാൽ ഇപ്പോൾ എനിക്ക് പാരീസിലേക്ക് മടങ്ങി പോകുവാൻ വയ്യ, ഈ പെൺകുട്ടിയെ നടുവഴിയിൽ വിട്ടിട്ട് ഇംഗ്ലണ്ടിലേക്ക് കടന്നു പോകുവാനും വയ്യ. So I decided not to board the flight. I was asked to take away the baggages from the flight. I took away the baggages and sat. ആകയാൽ ഞാൻ പോകേണ്ട എന്ന് കരുതി വിമാനത്തിൽ കയറ്റിയിടുന്ന എന്റെ സാധനങ്ങളൊക്കെയും താഴേക്ക് തരുവാൻ ആവശ്യപ്പെട്ടു. എല്ലാ സാധനങ്ങളെയും ഏറ്റുവാങ്ങി ഞാൻ അവിടെ ഇരുന്ന ഒരു ബെഞ്ചിൽ ചെന്ന് ഇരുന്നു. I didn't know a word in French. I couldn't tell the girl about it, and the girl didn't know a word in English. She couldn't say anything to me. എനിക്ക് ഫ്രഞ്ചിൽ ഒരു വാക്ക് പോലും അറിഞ്ഞുകൂടാ. ആകയാൽ സംഭവിച്ചത് എന്തെന്ന് ആ പെൺകുട്ടിയോട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ആ പെൺകുട്ടിക്ക് ഒരു ഇംഗ്ലീഷ് വാക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവൾക്ക് എന്നോട് സംസാരിക്കുവാനും കഴിയില്ല. Here I am stranded on the road. I cannot go to England. I cannot go to Paris. I cannot leave the girl. I don't have any money. ഞാനിപ്പോൾ നടുവഴിയിൽ കുടുങ്ങി പോയിരിക്കുന്നു. എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ കഴിയില്ല, എനിക്ക് പാരീസിൽ പോകുവാനും കഴിയില്ല, ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കളവാനും കഴിയില്ല, എന്റെ പക്കൽ പണവും ഇല്ല. Raise the hand before God. I tell you,
I had perfect peace. By the grace of God, no fear or worry. ഞാൻ ദൈവസന്നിധിയിൽ എന്റെ കരങ്ങളെ ഉയർത്തി പറയുന്നു, ദൈവകൃപയാൽ എന്റെ മനസ്സിൽ പരിപൂർണമായ സമാധാനം എനിക്കുണ്ടായിരുന്നു. യാതൊരു ഭയവും എന്റെ മനസ്സിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. Flight was about to leave. വിമാനം പുറപ്പെടുവാൻ സമയമായി. The immigration officer suddenly called. ഇമിഗ്രേഷൻ ഓഫീസർ പെട്ടെന്ന് എന്നെ വിളിച്ചു. Told both of you can board the flight. നിങ്ങൾക്ക് ഇരുവർക്കും വിമാനത്തിൽ കയറി പോകാം. Can you think any time happening anywhere in the world without a passport, leaving one country to another country? ഒരു പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുവാൻ കഴിയുമെന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് വിചാരിക്കുവാൻ പോലും നിങ്ങൾക്ക് കഴിയുമോ? And we reached the English border, another miracle. ഞങ്ങൾ ഇംഗ്ലീഷ് അതിർത്തിയിൽ എത്തിയപ്പോൾ അവിടെ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. There the immigration officer didn't ask or check the passport for the girl and allowed to get into Britain. അവിടെ ഇമിഗ്രേഷൻ ഓഫീസർ ആ പെൺകുട്ടിയുടെ പാസ്പോർട്ടോ വിസയോ ഒന്നും നോക്കുകയോ ചോദിക്കുകയോ പോലും ചെയ്തില്ല. നേരെ അകത്തേക്ക് കടക്കുവാൻ അനുവാദം തന്നു. Legally they were supposed to send her back to. നിയമപ്രകാരം അവിടെ വെച്ച് അവർ അവളെ ഫ്രാൻസിലേക്ക് മടക്കി അയക്കണമായിരുന്നു. The psalmist says, "What time I am afraid, I will trust in thee." ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നെ ആശ്രയിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. The secret or solution for all fears, negative fears, ആകയാൽ പ്രകൃതി വിരുദ്ധമായ സകല ഭയങ്ങളുടെയും പരിഹാര മാർഗത്തിന്റെ രഹസ്യം ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാകുന്നു. You may ask, what is mean by trusting in God? ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ എന്താകുന്നു അർത്ഥമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. In simple terms, may I tell you, trusting in God means entrusting into God. ലളിതമായ വാക്കുകളിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ ദൈവത്തെ ഭരമേൽപ്പിക്കുക എന്നു അർത്ഥം. For example, I have got 100 rupees in my pocket. I am afraid some pickpockets will get my money. ഉദാഹരണമായി എന്റെ പോക്കറ്റിൽ 100 രൂപ ഉണ്ട് എന്ന് കരുതുക. പോക്കറ്റ് അടിക്കാർ ആരെങ്കിലും വന്ന് എന്റെ പണം പോക്കറ്റ് അടിക്കുമോ എന്ന് ഞാൻ ഭയന്ന് കഴിയുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കാം. But I know there is somebody standing near to me. He can 100%, it's guaranteed. If I will entrust that money with him, it will be. എന്നാൽ എന്റെ അടുക്കൽ ഒരു വ്യക്തി നിൽപ്പുണ്ട്. ഞാൻ ആ ആളിന്റെ പക്കൽ ഈ പണം കൊടുത്താൽ ആ പണം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. അതിൽ യാതൊരു സംശയവുമേ ഇല്ല. If I know 100% and it is guaranteed, if I entrust this money into his hands, he will keep it, then the best thing for me to do is to entrust into his hands that money. ഈ പണം ആ വ്യക്തിയെ ഞാൻ ഏൽപ്പിക്കുന്നെങ്കിൽ 100% ആ പണം ഭദ്രമായി ഇരിക്കും. സുരക്ഷിതമെന്ന ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ആ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്നതാകുന്നു. Many of you are filled with so many fears this morning. ഇന്ന് രാവിലെ സമയത്തിലും നിങ്ങളിൽ എത്രയോ പേർ എത്രയോ വിധമായ ഭയങ്ങളാൽ നിറഞ്ഞവരായിരിക്കുന്നു. Worry is tormenting some of the people. പലരെയും പല വ്യാകുലങ്ങളും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. One day I will become blind, then what will happen to me? ഒരു നാളിൽ ഞാനൊരു കുരുടനായി തീർന്നേക്കാം, പിന്നീട് എനിക്ക് എന്ത് സംഭവിക്കും? One day cancer will come, AIDS will come, what will happen to me? അയ്യോ, ഒരു ദിവസം ക്യാൻസർ പിടിച്ചേക്കും, എയ്ഡ്സ് എന്നെ ബാധിച്ചേക്കും, എന്റെ ഗതി എന്തായിത്തീരും? The solution for your fear is simple. നിങ്ങളുടെ ഭയത്തിനുള്ള പരിഹാര മാർഗം തികച്ചും ലളിതം. What time I am afraid, I trust. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. Trusting means entrusting into the hands of God. ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്ന് അർത്ഥം. Then you will be bold like a lion. അപ്പോൾ നിങ്ങൾ സിംഹത്തെ പോലെ ധൈര്യമുള്ളവരായി മാറും. Sickness will not be afraid of you. You will not be afraid of sickness. Sickness will be definitely afraid of you. പിന്നീട് രോഗത്തെ കണ്ട് നിങ്ങൾ ഭയന്നു പോവുകയില്ല. നിശ്ചയമായും രോഗം നിങ്ങളെ കാണുമ്പോൾ ഭയന്നു പോയേക്കും. You will not be afraid of the devil. Devil will be trembling. പിശാച് നിങ്ങൾ പിശാചിനെ കണ്ട് പേടിക്കുകയില്ല. നിങ്ങളുടെ സാന്നിധ്യത്തിൽ പിശാച് വിറച്ചു പോകും. You will not be afraid of death.
that untimely death will be afraid of you. നിങ്ങൾ മരണത്തെ കണ്ട് ഭയപ്പെടുകയില്ല. ആകസ്മികമായ പെട്ടെന്നുള്ള മരണം നിങ്ങളെ കാണുമ്പോൾ ഭയന്നേക്കും. What time I am afraid, I will trust in thee. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാനോ നിന്നിൽ ആശ്രയിക്കും. That is what Saint Paul's boldness. അതായിരുന്നു വിശുദ്ധ പൗലോസിന്റെയും ധൈര്യം. For I know whom I believe, and am persuaded that he is able to keep that which I have committed or entrusted into him. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. ഞാൻ അവന്റെ പക്കൽ ഏൽപ്പിച്ച ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചും ഇരിക്കുന്നു. I know whom I believe. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. And I am persuaded that he is able to keep that which I have entrusted into his hands. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചും ഇരിക്കുന്നു. ഞാൻ വിശ്വാസിപ്പ് there is a world of difference between believing and trusting. പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും തമ്മിൽ ഒരു വലിയ ലോകത്തിൻ്റെതായ വ്യത്യാസം ഉണ്ട്. You believe that God is able to solve your problems. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവം ശക്തൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. But when problem comes, you don't entrust the problem with God. You try to solve your problem. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോഴോ ആ പ്രശ്നങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിക്കുന്നതിന് പകരമായി നിങ്ങൾ തന്നെ അതിനെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു. If you believe God is able to solve your problems, why don't you entrust the problem into the hands of God? നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവം ശക്തൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൂടാ? Our God is not a dictator. നമ്മുടെ ദൈവം ഒരു കൽപ്പിക്കുന്ന ഒരുവൻ അല്ല. Unless you entrust anything into the hands, he will not snatch it away from you. നിങ്ങൾ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഭരമേൽപ്പിക്കാതെ ഇരുന്നാൽ ദൈവം നിങ്ങളുടെ കയ്യിൽ നിന്നും അതിനെ പിടിച്ച് പറിച്ചെടുക്കുകയില്ല. Today you give the problem of your daughter, your son, your job, your health, your family into the hands of God. ഈ നാളിൽ നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഉദ്യോഗം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ, അതിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പണം ചെയ്യുവീൻ. How many of you believe our God is able to solve our problems? Put up the hands to praise God. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ദൈവം വിശ്വസ്തൻ എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. Amen. Praise the Lord. 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 Yes, you all agreed and raised a hand and praised God joyfully. Thank you for that. അതെ, നിങ്ങൾ എല്ലാവരും സമ്മതിച്ചു, എല്ലാവരും കരങ്ങൾ ഉയർത്തി വിശ്വസ്തനെന്ന് പറഞ്ഞു കർത്താവിനെ സ്തുതിച്ചു. വളരെ നന്ദി. We all believe God is able to solve all our problems. ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ശക്തൻ എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു. Now, how many of you want to entrust your problem into the hands of God? ഇപ്പോൾ നിങ്ങളിൽ എത്ര പേർ ആകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെ മുഴുവനുമായും കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവർ? Listen, when you entrust your problem into the hands of God, ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഭരമേൽപ്പിക്കുമ്പോൾ you will not take that problem back into your head and into the heart. പിന്നീട് നിങ്ങളുടെ തലയിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങൾ ആ പ്രശ്നങ്ങൾ മടക്കി എടുത്തുകൊള്ളുകയില്ല. If you put 5 rupees in the offering box for God, if you take it back, you know that is a curse.
കാണിക്കപ്പെട്ടിയിൽ നിങ്ങൾ കർത്താവിന് കാണിക്കയായി 5 രൂപയുടെ നോട്ട് ഇടുകയും പിന്നീട് നിങ്ങൾ ആ നോട്ട് തിരികെ എടുക്കുകയും ചെയ്താൽ അത് ഒരു ശാപം എന്ന് നിങ്ങൾക്കറിയാം. Once you give 5 rupees into the offering box, that's it. You don't take it back. ഒരിക്കൽ നിങ്ങൾ 5 രൂപ കാണിക്കപ്പെട്ടിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതോടെ അത് കഴിഞ്ഞു. പിന്നീട് നിങ്ങൾ അതിനെ മടക്കി എടുക്കുകയില്ല. Today I encourage you, do that. ഇന്ന് നിങ്ങൾ അപ്രകാരം ചെയ്യുവാനായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Today you put into the offering box your problem. നിങ്ങളുടെ കാണിക്കപ്പെട്ടിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ ഇട്ടുകൊള്ളുവേൻ. All your problems give entrust into the hands of God. എല്ലാ പ്രശ്നങ്ങൾ, സകല കാര്യങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവേൻ. Your sickness, your pain, your worry, your care, your fear, give into the hands of God. നിങ്ങളുടെ രോഗം, നിങ്ങളുടെ വേദന, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കുവേൻ. And refuse to take it back. അതിനെ മടക്കി എടുക്കുകയില്ല എന്ന് ഉറപ്പാക്കിക്കൊള്ളുവേൻ. Sometimes when you give your problem in the hands of God, that problem may appear bigger than ever before. ചിലപ്പോൾ നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഫലമേൽപ്പിക്കുമ്പോൾ അന്ന് വരെ ഇല്ലാത്തതുപോലെ ആ പ്രശ്നങ്ങൾ വലുതായ രൂപത്തിൽ കാണപ്പെട്ടേക്കും. When you shoot a lion, it is about to fall down and die. Before that it becomes more ferocious towards you, but you know next moment it's going to fall down and die. നിങ്ങൾ ഒരു സിംഹത്തെ വെടിവെച്ചു എന്ന് കരുതുക. അതിന് പ്രാണൻ വെടിയും മുമ്പ് അത് നിങ്ങൾ ആക്രമിക്കുവാനായി ഉയർന്ന് ചാടിയേക്കും. എന്നാൽ നിങ്ങൾക്കറിയാം അടുത്ത നിമിഷം നിശ്ചയമായിട്ടും ഒരു താഴെ വീണ് മരിക്കുവാൻ പോകുന്നു. Today, now I encourage you. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Hundreds of problems may be staring at you. നിങ്ങളുടെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ നിങ്ങളെ തുറിച്ച് നോക്കുന്നുണ്ടാകാം. Fear of the future is haunting you. ഭാവിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. You are under great debt. നിങ്ങൾ വലിയ കടത്തിലാക്കുന്നു. It looks like a big mountain before you. Perhaps you got into debt because of your foolishness. നിങ്ങളുടെ മുൻപാകെ അതൊരു വലിയ മല പോലെ കാണപ്പെട്ടേക്കാം. നിങ്ങളുടെ ഭോഷത്വം നിമിത്തമായി അതിന്റെ മുൻപാകെ നിങ്ങൾ ഭയന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. Our God is able to forgive us our foolishness and help us in our desperate state. നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിഹീനതകളിൽ നമ്മെ സഹായിക്കുവാനും നമ്മെ അരിഷ്ടാവസ്ഥകളിൽ വിട്ട് നമ്മെ സഹായിക്കുവാൻ നമ്മെ ഉയർത്തിയെടുക്കുവാൻ കഴിവുള്ളവനാകുന്നു. Are you ready today, now, to entrust your problem into the hands of God as you put the money into the offering box? കാണിക്കപ്പെട്ടിയിലേക്ക് പണം ഇടുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാവற்றைയും ഈ നാളിൽ ഈ സമയത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ഒരുക്കമായിരിക്കുന്നുവോ? Then I will tell you from the word of God that he will keep you in perfect peace, whose mind is stayed on the Lord because he trusteth in thee. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് തിരുവചനത്തിൽ നിന്നും ഈ വേളയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. If you don't have perfect peace of mind, what type of Christian are you? നിങ്ങളുടെ മനസ്സിൽ പരിപൂർണമായ സമാധാനം കാണപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് പറയും? If you don't have perfect peace of mind, how can you call Jesus the Prince of Peace? നിങ്ങളുടെ ഹൃദയത്തിൽ പരിപൂർണമായ സമാധാനം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ യേശുവിനെ നോക്കി സമാധാന പ്രഭു എന്ന് പറയാൻ കഴിയും? Yes, people in the world got so many problems. We children of God also got problems. But what is the difference between us and the people in the world? അതെ, ലോകത്തിലെ ജനങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട്. ദൈവ ജനങ്ങളായ നാമും ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നു. എന്നാൽ ലോകത്തിലെ ജനങ്ങൾക്കും നമുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താകുന്നു? We have the privilege to entrust our problem into the hands of our blessed Lord, who told, "Come unto me, all you that labor and heavy laden, I will give you rest and peace." അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്തവനാകുന്ന സ്നേഹവനാകുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെയും ഭരമേൽപ്പിച്ച് വിശ്രമിക്കത്തക്ക ഒരു വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. Now I ask you kindly, if possible, please kneel down for 1 minute. Close your eyes. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ദയവായി ഒരു നിമിഷ നേരം കണ്ണുകൾ അടച്ച് മുഴങ്കാലുകളെ മടക്കാം.
your problem of money, നിങ്ങളുടെ പണത്തിന്റെ പ്രശ്നം, your problem of sickness, രോഗത്തിന്റെ പ്രശ്നം, your problem of family, നിങ്ങളുടെ കുടുംബ പ്രശ്നം, your problem of the future, ഭാവിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രശ്നം, so all other problems, മറ്റെല്ലാ പ്രശ്നങ്ങളും raise your hand to heaven, നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവീൻ. put it into the offering box or entrust into the hands of God and praise God. കാണിക്കപ്പെട്ടിയിൽ അവയെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ അവയെല്ലാം സമർപ്പണം ചെയ്തുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Give into the hands of God and praise God. യേശുവിന്റെ കരങ്ങളിൽ എല്ലാ പ്രശ്നങ്ങളെയും കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുവീൻ. Till the perfect peace come into your heart, praise God. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പൂർണ്ണ സമാധാനം വരുവോളം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുവിൻ. Praise the Lord, 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 praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടാതെ ഭയപ്പെടാതെ
whatever we put in the offering box, whatever we entrusted with God, we are not going to take back for that grace. Once again, let's praise God. കാണിക്കപ്പെട്ടിയിൽ നാം എന്തെല്ലാം ഇട്ടിരിക്കുന്നുവോ, കർത്താവിന്റെ കരങ്ങളിൽ നാം എന്തിനെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നുവോ, നാം ഇനി ഒരു നാളും അതിനെ മടക്കി എടുക്കുവാനേ പോകുന്നില്ല. ആ കൃപ നമുക്ക് നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. After you entrust your problem in the hands of God, remember, sometimes the devil may magnify your problem. കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾ പ്രശ്നം ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക, പിശാച് പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് കാട്ടുവാൻ ശ്രമിക്കും. But tell the devil, I am not going to take back what I put in the offering box. എന്നാൽ പിശാചിനെ നോക്കി പറയുവീൻ, ഞാൻ കാണിക്കപ്പെട്ടിൽ എന്തിനെ ഇട്ടുവോ ഇനി ഒരു നാൾ മടക്കി എടുക്കുവാനേ പോകുന്നില്ല. Hallelujah, 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 hallelujah. I remember the story of a missionary couple. ഒരു മിഷണറി ദമ്പതിമാരുടെ കഥ ഞാൻ ഓർമ്മിക്കുന്നു. They had only one son. അവർക്ക് ആകെ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. He was a prodigal son. അവനൊരു മുടിയനായ പുത്രനായിരുന്നു. This couple have been serving God faithfully, but sorrow of heart filled their heart about the prodigal son. ഈ ദമ്പതികൾ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിച്ചു കൊണ്ടിരുന്നു. എന്നാലും ആ മുടിയനായ മകൻ നിമിത്തമായി അവരുടെ ഹൃദയത്തിൽ ദുഃഖം തിങ്ങി നിറഞ്ഞിരുന്നു. He will go for late night parties, night clubs and all, and come back only very early in the morning back home. അവൻ രാത്രി വിരുന്നുകളിൽ പങ്കെടുക്കും, നിശാ ക്ലബ്ബുകളിൽ ചെല്ലും. എല്ലാം കഴിഞ്ഞ് രാത്രി ഏറെ താമസിച്ച് വെളുപ്പിനാകും മടങ്ങിയെത്തുക. Till the sun comes, the parents on the knees crying and praying for the boy. മകൻ മടങ്ങി വരുവോളം മാതാപിതാക്കൾ മുട്ടിനുമേൽ നിന്ന് ആ മകനു വേണ്ടി കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. They were all the time worried about the son. അവർ എല്ലായ്പ്പോഴും ആ മകനെ കുറിച്ച് വ്യാകുലപ്പെട്ട് ദുഃഖിച്ച് ഞരങ്ങിക്കൊണ്ടിരുന്നു. One late night, as usual, when the boy was delaying to come, the couple was kneeling down and crying out to God. ഒരു ദിവസം പതിവ് പോലെ രാത്രി വളരെ വൈകിട്ടും ആ മകൻ മടങ്ങി വരാഞ്ഞതുകൊണ്ട് മാതാപിതാക്കൾ മുട്ടുകുത്തി കണ്ണുനീരോട് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Then the Lord spoke to them. അപ്പോൾ ദൈവം അവരോട് സംസാരിച്ചു. Because you are taking the worry and burden, I am not taking. If you give into my hands, I will take the burden. നിങ്ങൾ തന്നെ ഭാരം വഹിച്ച് വ്യാകുലപ്പെടുന്നത് കൊണ്ട് എനിക്കത് എടുക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ എന്നെ ആ ഭാരം ഏൽപ്പിച്ചാൽ ഞാൻ ആ ഭാരം എടുത്തുകൊള്ളാം. Either you take the burden or I take. We both cannot. ഒന്നുകിൽ നിങ്ങൾ തന്നെ ഭാരം ചുമന്നു കൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ അത് എടുത്തുകൊള്ളാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചുമക്കുവാൻ സാധ്യമല്ല. If you entrust your child into my hands, I will take care. നിങ്ങളുടെ മകനെ എന്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചാൽ ഞാൻ അവനെ നോക്കിക്കൊള്ളാം. That night the couple realized their mistake and entrusted the boy into the hands of God and told, Lord, hereafter he is your son. We are not going to be worried about him anymore. ആ രാത്രിയിൽ ആ ദമ്പതിമാർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അവർ പറഞ്ഞു, കർത്താവേ, അവൻ നിന്റെ മകനാകുന്നു. ഞങ്ങൾ അവനെ നിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾ ഇനി ആ മകനെ കുറിച്ച് വ്യാകുലപ്പെടുവാനേ പോകുന്നില്ല. That night, after a long time, the couple got peace of mind. They didn't wait for the boy to come. They went to bed. ആ രാത്രിയിൽ അത് കഴിഞ്ഞപ്പോൾ ആ ദമ്പതിമാർക്ക് മനസമാധാനം കിട്ടി. പിന്നീട് അവർ മകൻ മടങ്ങി വരുവോളം കാത്തിരുന്നില്ല. അവർ ഇരുവരും കിടക്കുവാൻ പോയി. The devil brought a great problem. അപ്പോൾ പിശാച് ഒരു വലിയ പ്രശ്നത്തെ കൊണ്ടുവന്നു. Early morning police came and woke them up to give the message, your son jumped from the bridge and committed suicide. അതിരാവിലെ ഒരാൾ ഓടി വന്നൊരു വർത്തമാനം കൊണ്ടുവന്നു, നിങ്ങളുടെ മകൻ ഒരു വലിയ പാലത്തിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു.
We are going to take out the body, come. ഞങ്ങൾ ആ ശരീരം പുറത്തെടുക്കുവാൻ പോകുന്നു, വന്ന് കണ്ടുകൊള്ളുവിൻ. What a terrible trial after few hours of entrusting the son into the hands of God. ആ മകനെ കർത്താവിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചതിന് ശേഷം നേരിട്ടത് എത്ര ഭയങ്കരമായ പരീക്ഷയെന്ന് കാണുക. You know what was the reply to the police by the couple? ആ ദമ്പതിമാർ ഇരുവരും പോലീസിന് കൊടുത്ത മറുപടി എന്തായിരുന്നു എന്ന് അറിയാമോ? We had a son, we gave into the hands of God. Now we are not worried about anything. You take out the body or anything, we are not coming. ഞങ്ങൾക്കൊരു മകൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ അവനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഇനി അവനെക്കുറിച്ച് വ്യാകുലപ്പെടുവാൻ ഒന്നുമില്ല. നിങ്ങൾ ശരീരം പുറത്തെടുക്കുകയോ എന്ത് വേണമെങ്കിലുമോ ചെയ്തുകൊള്ളുവിൻ, ഞങ്ങൾക്കത് പ്രശ്നമേ ഇല്ല. The police thought that this missionary couple is mad. പോലീസുകാർ വിചാരിച്ചു ഈ മിഷണറി ദമ്പതിമാർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. But when they took out the young man out of the water, അവർ വെള്ളത്തിൽ നിന്നും ആ ചെറുപ്പക്കാരനായ മനുഷ്യന്റെ ശരീരം ഉയർത്തിയെടുത്തപ്പോൾ the police realized that was not the couple's son. Somebody, a young man similar to the face and the head of that young boy. ആ മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത ആ ആൺകുട്ടി ഈ ദമ്പതികളുടെ മകൻ അല്ല എന്നും കാഴ്ചയ്ക്ക് മുഖത്തിലും തലയിലും ആ മകനെ പോലെ കാണപ്പെടുന്ന വേറൊരു ചെറുപ്പക്കാരനായിരുന്നു അന്ന് രാത്രി ചാടി മരിച്ചത്. That night, that boy had gone for a gospel meeting. God saved, came back as a transformed young man that morning. ആ രാത്രി ആ യൗവനക്കാരൻ ഒരു സുവിശേഷയോഗത്തിൽ പങ്കെടുത്തു. ദൈവം അവനെ രക്ഷിച്ചു. അവൻ തന്റെ ഭവനത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെട്ട ഒരു നല്ല മകനായ ഭവനത്തിലേക്ക് മടങ്ങിയെത്തി. I tell you, if you entrust your problem today in the hands of God, faithfully see that calleth you. He will do it, means he will be faithful to you. ഈ നാളിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുത്താൽ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അവൻ അത് നിവർത്തിക്കും. നിശ്ചയമായും നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. From Psalm 34:4 and 6 we understand all your troubles are the shadow of your fears. 34-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്ഭവം നമ്മുടെ മനസ്സിലുള്ളതായ ഭയത്തിൽ നിന്നും ആകുന്നുവെന്ന് മനസ്സിലാക്കാം. ഭയത്തിന്റെ ഒരു നിഴൽ എന്നവണ്ണം പ്രശ്നങ്ങൾ നമുക്ക് ഉളവാകുന്നു. 4th verse says, He had delivered me out of all my fears. 6th verse says that He saved me out of all the troubles. 4-ാം വാക്യത്തിൽ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. 6-ാം വാക്യത്തിൽ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചുവെന്നും നാം വായിക്കുന്നു. Dear child of God, all your troubles are the shadow of your unnecessary fears. പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ സകല പ്രശ്നങ്ങളും നിങ്ങളിൽ കാണപ്പെടുന്ന അകാരണമായ ഭയത്തിന്റെ ഒരു നിഴൽ മാത്രം ആകുന്നു. Entrust all your foolishness, your weakness, your troubles, your fears, everything into the hands of God. നിങ്ങളുടെ സകല ബുദ്ധിഹീനതകൾ, നിങ്ങളുടെ എല്ലാ ബലഹീനതകൾ, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ സകലവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കുവേൻ. Not only you will be free from all your fears and worries, അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സകല ഭയങ്ങളും വ്യാകുലങ്ങളും നീങ്ങി നിങ്ങൾ വിടുവിക്കപ്പെടുമെന്ന് മാത്രം അല്ല, not only you will have perfect peace of mind, നിങ്ങളുടെ മനസ്സിൽ പരിപൂർണ സമാധാനം നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് മാത്രവും അല്ല, as you keep entrusting all your burdens and problems and worries, your body, spirit and everything into the hands of God. നിങ്ങളുടെ ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, വ്യാകുലങ്ങൾ, നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് എല്ലാവற்றைയും നിങ്ങൾ തുടർച്ചയായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ, then such people at the time of death with Stephen, they will be able to say, Lord Jesus. അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ മരണവേളകളിൽ സ്റ്റെഫാനസിനോട് ചേർന്ന് കർത്താവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ കഴിയും. Now as we keep all our burdens and worries and cares, our sickness, everything into the hands of God, finally, at last, while we are closing our eyes, we can say,
Lord Jesus, receive my spirit. നാം ജീവിക്കുന്ന നാളുകളിൽ നമ്മുടെ ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, ഭയങ്ങൾ, വ്യാകുലങ്ങൾ എല്ലാവற்றைയും കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നാം ജീവിച്ചുകൊണ്ടേയിരുന്നാൽ അവസാന നിമിഷത്തിൽ മരണവേളയിലും കർത്താവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് സന്തോഷമായി മരിക്കുവാൻ കഴിയും. If that is now, if we keep giving all our burdens and worries, last moment of our death, not only we will give our spirit into the hands of God, you know how will our face be at the moment of our death? നമ്മുടെ പ്രശ്നങ്ങൾ, വ്യാകുലങ്ങൾ, ഭാരങ്ങൾ എല്ലാം നാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ അന്തിമ നിമിഷത്തിൽ നമ്മുടെ ആത്മാവിനെ നാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്നത് മാത്രമല്ല, നമ്മുടെ മുഖം അപ്പോൾ എങ്ങനെ കാണപ്പെടുമെന്ന് നിങ്ങൾക്കറിയാമോ? Will it be full of fear and worry about dying? മരണത്തെക്കുറിച്ച് ഭയവും വ്യാകുലവും നിറഞ്ഞവരായി, oh, I'm going to die. If you keep entrusting your burden and worry and fear into the hands of God, while dying you will entrust your spirit into the hands of God, then you know how your face is going to be. നിങ്ങളുടെ ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, വ്യാകുലങ്ങൾ എല്ലാം നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മരണവേളയിൽ നിങ്ങൾ ആത്മാവിനെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിയും. ആ വേളയിൽ നിങ്ങളുടെ മുഖഭാവം എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? I am going to read out how the last moment while you are at the time of death, how others are going to see your face. നമ്മുടെ മരണവേളയിൽ, നമ്മുടെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ നമ്മുടെ മുഖത്തെ എപ്രകാരം കാണുവാൻ പോകുന്നുവെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ പോകുന്നു. Acts 6:15, and all that sat in the council, looking steadfastly on him, saw his face as it had been the face of an angel. അപ്പോസ്തല പ്രവൃത്തികൾ 6-15 വാക്യം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. By the grace of God, this is the way your face and my face is going to be if the Lord delays his coming and we face death. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ, നമുക്ക് ഒരു മരണം നേരിടുന്നുവെങ്കിൽ ദൈവകൃപയാൽ മരണവേളകളിൽ എന്റെയും നിങ്ങളുടെ മുഖം കൃപയാൽ ഇങ്ങനെ ആയിരിക്കുവാൻ പോകുന്നു. By the way, all those who saw Stephen's face as an angel's face, they were not saints, they were murderers. Those who were about to throw stones at Stephen and kill him, they are the ones saw his face like angel's face. ഇടയ്ക്ക് പറയട്ടെ, സ്തെഫാനോസിന്റെ മുഖം ദൈവദൂതന്റെ മുഖത്തെ പോലെ കണ്ടവർ ആരും വിശുദ്ധന്മാർ ആയിരുന്നില്ല, അവർ കുലപാതകന്മാർ ആയിരുന്നു. അവരെല്ലാവരും സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോഴാകുന്നു അവർ അവന്റെ മുഖത്തെ ദൂതന്റെ മുഖം പോലെ കണ്ടത്. The highest court of the Jews were accusing him of blasphemy, and they had already stones in their hand to kill him. That time his face had the sweet calmness of a holy angel. യഹൂദന്മാരിലെ ഭൂരിപക്ഷം പേരും അവനെ കല്ലെറിയുവാൻ വേണ്ടി കരങ്ങളിൽ കല്ലുകളും ഏന്തി അവനെ ദുഷിച്ച് ക്രുദ്ധരായി നിൽക്കുകയായിരുന്നു. ആ സമയത്തിൽ സ്തെഫാനോസിന്റെ മുഖം വളരെ സ്വച്ഛമായി, ശാന്തമായി ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നതായി കാണപ്പെട്ടു. Beloved ones, only those who have a transparent, clean spirit can have the sweet calmness of a holy angel when everybody is angry and about to stone that innocence. പ്രിയമുള്ളവരെ, സ്വച്ഛ സ്ഫടികമായ ഒരു നല്ല ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ മറ്റെല്ലാവരും തങ്ങൾക്ക് പ്രതികൂലമായി, തങ്ങൾക്ക് വിരോധികളായി കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അവരുടെ നേരെ നല്ല ശാന്തമായ മധുരമേറിയ മുഖഭാവത്തോടുകൂടി അസ്വസ്ഥമായി കാണപ്പെടുവാൻ കഴിയുകയുള്ളൂ. Perhaps one reason Saint Paul got saved he also was there might have seen that angelic face of Stephen. Perhaps eventually that might have made Saint Paul to come to Christ. സ്തെഫാനോസിന്റെ മരണവേളയിൽ വിശുദ്ധ പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. ഒരു ദൈവദൂതന്റെ പ്രശാന്തതയുള്ളതായ സ്തെഫാനോസിന്റെ മുഖം ശൗലും കണ്ടിരുന്നു. കാലക്രമേണ തനിക്ക് മാനസാന്തരത്തിനും രക്ഷയ്ക്കും വഴി ഒരുക്കിയത് ആ കാഴ്ചയും കൂടെ ആയിരുന്നിരിക്കാം. One second, may I ask once again to close your eyes. ഒരു നിമിഷം വീണ്ടും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
Let us believe, according to Acts 6:15, while you are dying and I am dying, that our face is going to shine like a holy angel with the sweet calmness of heaven. Believing that, raise the hands, both hands to heaven and praise God. അപ്പോസ്തല പ്രവൃത്തികൾ 6:15 പ്രകാരം നിങ്ങൾ മരിക്കുന്ന വേളയിലും ഞാൻ മരിക്കുന്ന വേളയിലും നമ്മുടെ മുഖഭാവം പ്രശാന്തമായ മധുരമായ സ്വർഗീയ സാന്ദ്രത ഉള്ളതായി കാണപ്പെടുവാൻ പോകുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 നിയമേ സ്തോത്രം. Praise the Lord, 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 praise the Lord. Hallelujah. Lean on His arms. Hallelujah. Oh, lean on His arms. Lean on His arms. Everyone, lean on His arms. Hallelujah. One verse also we will read and we will close. ഒരു വചനം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. Suppose Jesus is coming, we don't die, and before that Jesus is coming. ഒരു പക്ഷേ നമ്മുടെ മരണത്തിന് മുൻപ് യേശു വരുന്നുവെന്ന് വിചാരിക്കുക. We need to be found in perfect peace before Him. അവന്റെ സന്നിധിയിൽ നാം പരിപൂർണ സമാധാനത്തോടുകൂടെ കാണപ്പെടണം. 2 Peter 3:14 says, be diligent that you may be found of Him in peace. 2 പത്രോസ് 3:14 അവന്റെ പ്രത്യക്ഷതയിൽ സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊള്ളുവേൻ. I believe we have already entrusted our problem and burden and fear into the hands of God, and we are not going to take it back. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ഭയങ്ങൾ എല്ലാവற்றைയും നാം എല്ലാവരും നേരത്തെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മിൽ ആരും അതിനെ മടക്കിയെടുക്കുവാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. The problem is still there, but the difference is that it is not in your pocket, it is in the hands of God. That makes all the difference. ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട്, എന്നാൽ ആ പ്രശ്നം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല, അത് യേശുവിന്റെ കയ്യിലാകുന്നു. അവിടെ വലിയ വ്യത്യാസം അടങ്ങിയിരിക്കുന്നു. You are not worried about the future because you entrusted your future into the hands of God. നിങ്ങൾക്ക് ഇനി ഭാവിയെ പറ്റി വ്യാകുലം ഇല്ല, കാരണം നിങ്ങൾ ഭാവിയെ യേശുവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. As long as your future is in the hands of God, your future is bright and glorious. നിങ്ങളുടെ ഭാവി കർത്താവിന്റെ കരങ്ങളിൽ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഭാവി പ്രകാശപൂരിതവും തേജോമയവും തന്നെയാകുന്നു. I believe already the peace of mind that passeth all understanding has already come into your heart and into my heart. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ഇതിനകം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും എന്റെയും ഹൃദയത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Therefore, if Jesus comes today by the grace of God, we will be found before him in peace. ആകയാൽ ഈ നാളിൽ യേശു വന്നാലും നിശ്ചയമായും തന്റെ സന്നിധാനത്തിൽ ദൈവകൃപയാൽ നാം എല്ലാവരും സമാധാനത്തോടുകൂടി കാണപ്പെടുക തന്നെ ചെയ്യും. Go and share this peace of God with this troubled world. മടങ്ങിച്ചെന്ന് കലങ്ങിയിരിക്കുന്ന ഈ ലോകത്തിന് ഈ ദൈവ സമാധാനം പങ്കുവെക്കുവേൻ. Peace I leave with you. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. My peace I give unto you. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.